സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന വാഹന ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന വാഹന ജാഥ പര്യടനം നടത്തുന്നത്. BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയാണ് സമരം. ചേർത്തലയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് PS ഷാജി സ്വാഗതം പറഞ്ഞു. CTU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ ജാഥ ക്യാപ്റ്റനായും HMS സംസ്ഥാന സെക്രട്ടറി ടോമി മാത്യു വൈസ് ക്യാപ്റ്റനായും ATUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് G ലാലു ജാഥ മാനേജറുമായുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത്. രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ് നാം ദീർഘകാലം കൊണ്ട് സമരം ചെയ്ത് നേടിയെടുത്ത സംഘടിക്കാനുള്ള അവകാശം, മിനിമം കൂലി മൗലിക അവകാശമായി ഉയർത്താനുള്ള നാം നേടിയെടുത്ത അവകാശങ്ങൾ, അതുപോലെ എല്ലാ തൊഴിലാളിക്കും പണിയെടുക്കാനുള്ള അവകാശമെന്ന് നാം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ഇതെല്ലാം തകർത്തുകൊണ്ട് തൊഴിലാളികളെ അടിമതുല്യമാക്കുക എന്നതാണ് ലേബർ കോഡിന്റെ ലക്ഷ്യം. അതെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ അടിയന്തരാവസ്ഥ 50 വർഷം പിന്നിട്ട നാളുകളാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായ ജനാധിപത്യ ലംഘനങ്ങൾ രാജ്യത്ത് അരങ്ങേറി. നരേന്ദ്രമോദി നാവെടുക്കൂ പണിയെടുക്കൂ എന്ന് വർത്തമാനത്തിൽ പറയുന്നില്ല, അതിനേക്കാൾ കടുത്ത നിയമമാണ് ലേബർ കോഡ് വഴി കൊണ്ടുവന്നത്. തൊഴിലാളികളുടെ അവകാശത്തെ എല്ലാം ലംഘിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്തോ തൊഴിലുടമകൾക്ക് ഒട്ടേറെ ആനുകൂല്യം കൊടുക്കുക. ഒരു 40ഓളം നിയമങ്ങളെ അങ്ങ് ലഘൂകരിച്ചു. അത് ഫാക്ടറീസ് ആൻഡ് എംപ്ലോയീസ് ആക്ട് അടക്കം, ടി ആക്ട്, മൈൻ ആക്ട്, അതുപോലെ തന്നെ റബ്ബർ ആക്ട്, ഈ തരത്തിലുള്ള ഫോറസ്റ്റ് ആക്ട്, പല ആക്ടുകളും ലഘൂകരിച്ചിട്ട് കുറ്റം ചെയ്യുന്ന തൊഴിലുടമകൾക്ക് ശിക്ഷയില്ലാതാക്കി. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 100ഓളം മേഖലകളിൽ ഇളവ് തൊഴിലുടമകൾക്ക് അനുകൂലമായി വെച്ചു. ഒട്ടേറെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ഇൻസെന്റീവുകൾ വാരിക്കോരി തൊഴിലുടമയ്ക്ക് കൊടുക്കുക. രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിന്റെ വലിയൊരു പങ്ക് തൊഴിലുടമകൾക്ക് പല പല പേരിൽ കൊടുക്കുമ്പോൾ തൊഴിലാളികളെ പല പല പേരിൽ തൊഴിലാളി അല്ലാതാക്കി.